എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള സുഹൃത്തുക്കളൊക്കെ പല ജില്ലകളിലുള്ള ആളുകളൊക്കെ എന്നെ വിളിക്കുമ്പോൾ പറയും നിങ്ങളുടെ പാലക്കാട് ഭയങ്കര സൗന്ദര്യമുള്ളൊരു നാടാണ്, വളരെ ശാലീന പ്രകൃതിയാണ്, അതുപോലെ തന്നെ ഒരുപാട് നന്മയുള്ള സ്നേഹമുള്ള ആളുകളാണെന്നൊക്കെ പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത്തരക്കാരിലേക്ക് എൻ്റെ നാടിൻ്റെ പല ഭാഗങ്ങളിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത്. പലരും ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല അഭിപ്രായവും പറയാറുണ്ട്, സപ്പോർട്ടും ചെയ്യാറുണ്ട്. ഇത് കൊട്ടശ്ശേരിയിൽ നിന്ന്, കോങ്ങാടിൽ നിന്ന് കൊട്ടശ്ശേരി വഴി മണ്ണാർക്കാട്ടേക്ക് പോകുന്ന ടിപ്പു സുൽത്താൻ റോഡാണ് കേട്ടോ. ഈ ഭാഗം പറയുന്നത് ഉമ്മനേഴിയാണ്. ഇവിടെ തൊട്ട് മുകളിലായിട്ടാണ് ഉമ്മനേഴി ഹയർ സെക്കൻഡറി MN GHS പ്രവർത്തിക്കുന്നത്. അതിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വഴിയിലൂടെയൊക്കെ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇപ്പോൾ ഹൈവേ പോലെ ആയി, നല്ല റോഡായി മാറി. ഒരുപാട് സമരം ചെയ്തിട്ടുണ്ട് ഇവിടെ പാർട്ടിക്കാരൊക്കെ, പല പാർട്ടിക്കാരും, ഇന്ന ആളുകളെന്നൊന്നും പറയുന്നില്ല. അവർ ആ സമരങ്ങളുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ കാരണമാണ് ഈ റോഡ് ഇത്രയും നല്ല രീതിയിൽ മെച്ചപ്പെട്ടതായിട്ട് മാറിയത്. എത്രയും പെട്ടെന്ന്, എത്രയോ വർഷം വളരെ മോശപ്പെട്ട റോഡായിട്ട് കിടന്നു. പക്ഷേ എങ്കിലും അന്ന് ഇത്രയൊന്നും സൗകര്യങ്ങളില്ലെങ്കിലും റോഡ് സൗകര്യങ്ങളും കാണാൻ അന്നും ഭംഗിയായിരുന്നു ഞങ്ങളുടെ ഈ നാട്, അല്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ. ഇത് ഉമ്മനേഴിയാണ് കേട്ടോ. എൻ്റെ നാട്ടിലേക്ക്, എൻ്റെ പുലാപ്പറ്റയിലേക്ക് തിരിയുന്നൊരു ഭാഗം ഇതിൻ്റെ താഴെയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉമ്മനേഴി എൻ്റെ നാടാണ്. പുലാപ്പറ്റ മൊത്തം പറയുമ്പോൾ അതിൽ ഉമ്മനേഴി, കോണിക്കഴി, അതുപോലെ ചീനിക്കടവ്, മണ്ടഴി, കുനിപ്പാറ ഒക്കെ ഈ പുലാപ്പറ്റയിൽ പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം. കോണിക്കഴി അറ്റം വരെ, സത്രങ്കാവ് വരെയും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മണ്ടഴി ഉൾപ്പെടെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ പുലാപ്പറ്റയിൽ പെട്ട തന്നെ. വലിയ സന്തോഷം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. കണ്ടില്ലേ, ബസ്സുകളൊക്കെ നിർത്തി, വൈകുന്നേരം സ്കൂൾ വിട്ട സമയമാണ്. ബസ്സുകളൊക്കെ എത്ര നീറ്റായിട്ടാണ് കുട്ടികൾക്ക് മുന്നിൽ നിർത്തി കൊടുക്കുന്നതും അവരെ കയറ്റി കൊണ്ടുപോകുന്നതും വളരെ ശ്രദ്ധിച്ച് തന്നെയാണ്. ചില വില്ലന്മാർ കുട്ടികൾ മാത്രമാണ് ഓടിച്ചെന്ന്, വണ്ടി എടുത്തതിന് ശേഷമൊക്കെ ഓടിച്ചെന്ന് കയറുന്നത് കണ്ടില്ലേ, അതൊക്കെ കാണുമ്പോൾ പേടിയാവും. ഇവിടെ അതേപോലെ തന്നെ നല്ല എണ്ണക്കടികൾ കിട്ടും കേട്ടോ. ഈ വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൻ്റെ കടയാണ്, അവർ മക്കളും മൂപ്പരൊക്കെയാണ്, ഒരു പാവപ്പെട്ട ആളുകളാണ്, നല്ല ഇത് കൊണ്ട് തന്നെ ജീവിക്കുന്ന ആളുകളാണ്, നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റം, നല്ല എണ്ണക്കടികളൊക്കെയാണ്. അപ്പുറത്ത് ഷെമീറുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത്, അവൻ്റെയും നല്ല എണ്ണക്കടികളാണ്, നല്ല പേരൊക്കെ ഉണ്ട് ഇവിടെ. ഫേസ്ബുക്ക് ടീസ്റ്ററുണ്ട്. ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോയും ചെയ്യാവേ. എന്തായാലും ഈ വൈകുന്നേരങ്ങൾ സ്കൂൾ വിട്ട സമയത്ത് ഈ മഴ കൊണ്ട് നമ്മുടെ ഈ റോഡൊക്കെ ഇങ്ങനെ നനഞ്ഞ് കിടക്കുമ്പോൾ വല്ലാത്തൊരു ചന്താണ് കാണാൻ. ബസ്സുകൾ വന്നും പോകുന്നിരിക്കുന്നു, വണ്ടികൾ പോകുന്നു, അതുപോലെ ചെറിയ മഴച്ചാറ്റിലും ആളുകളൊക്കെ ഇങ്ങനെ കവറും ഇതൊക്കെ ഇട്ട്, കുട്ടികളുടെ യൂണിഫോമൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഒരുപാട് കുട്ടികൾ, ഈ പെൺകുട്ടികളൊക്കെ നല്ല യൂണിഫോമൊക്കെ ഇട്ട് കണ്ടില്ലേ. ഇത് ശ്രീമുരുകൻ ബസ്സാണ്. ഞങ്ങളുടെ പുലാപ്പറ്റയിൽ ഒരു ദിവസം എത്രയോ ചാല് ഓടുന്നുണ്ട്. പലപ്പോഴും ഇതിനെയാണ് ഞങ്ങൾ കണക്കാക്കി പലപ്പോഴും യാത്ര ചെയ്യാൻ തയ്യാറാവുന്നത്. ഇപ്പൊക്കെ ബൈക്ക് ഉണ്ടായതുകൊണ്ട് നമ്മളധികം ബസ്സിലൊന്നും പോക്കില്ലെങ്കിൽ കൂടി ഇപ്പോൾ ഈ കുട്ടികളായാലും വൈകുന്നേരമായി കഴിഞ്ഞാൽ ന്യൂ സ്റ്റാർ, അതുപോലെ ശ്രീ മുരുകൻ, വൃന്ദാവൻ തുടങ്ങിയ കുറേ ബസ്സുകൾ ഈ ഭാഗത്ത് കൂടെ ഓടുന്നുണ്ട്, പ്രൈവറ്റ് ബസ്സുകൾ. അതുപോലെ മണ്ണാർക്കാട്, കോങ്ങാട് വഴിക്ക് വരുന്ന റോഡ് മാസ്റ്റർ എന്ന 2-3 വണ്ടികളുണ്ട്. അവരൊക്കെ അതിലൊക്കെ തന്നെയാണ് ഈ കുട്ടികൾ. പക്ഷേ ഇതിനൊക്കെ വരുന്ന വണ്ടികൾ, ബസ്സുകൾ വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികളോട് പെരുമാറാറുണ്ട്. അതിലുള്ള ആളുകളൊക്കെ, ഡ്രൈവർ ആയിക്കോട്ടെ, കണ്ടക്ടർ ആയിക്കോട്ടെ, അവരൊക്കെ കുട്ടികളെ പരമാവധി കയറ്റാൻ പറ്റുന്ന രീതിയിലൊക്കെ കയറ്റും. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ആർക്കൊരു അപകടവും കാര്യങ്ങളൊന്നും വരാതെ സൂക്ഷിക്കും. ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കേട്ടോ. എൻ്റെ മകൻ്റെ ഒരു കൂട്ടുകാരനാണ് മരിച്ചത്. വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ. ഞാൻ കാണാനൊന്നും പോയില്ല, വൈകുന്നേരം ആയതുകൊണ്ട് നമ്മൾ അറിയാൻ വൈകി. എന്തായാലും റോഡ് അപകടമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അവൻ ഈ വലിയ R12 ഒക്കെ വണ്ടി എടുത്ത് സ്പീഡിൽ പോയിട്ട് ഒന്നാമത് സ്കിഡ് ആവുന്നൊരു സമയമാണ്, മഴ പെയ്ത സമയമാണ്, വഴുക്കലുണ്ടാവാം. അങ്ങനെ പോസ്റ്റിൽ കൊണ്ടുപോയി അടിച്ച് ആ സമയത്ത് തന്നെ അവിടെ നിന്ന് സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നാണ് അറിഞ്ഞത്. എന്നാലും വലിയ സങ്കടം. എൻ്റെ മോൻ്റെയൊക്കെ കൂട്ടുകാരനാണ്, നല്ലൊരു കുട്ടിയാണ്, 10-28 വയസ്സായിട്ടുള്ളൂ. വല്ലാത്തൊരു വിഷമം തോന്നി. കുട്ടികളൊക്കെ ബസ്സിൽ കയറുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കതാണ് പറയാനുള്ളത്, എവിടെയുള്ളവരാണെങ്കിലും. എന്തായാലും നന്നായിരിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. അപകടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ, ഈ മഴക്കാലത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എൻ്റെ ഈ നാട് എല്ലാവരും കാണണം, ഇതിൻ്റെ ഭംഗിയൊക്കെ. വലിയ സന്തോഷമാണ്, നിങ്ങളുടെ നാട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അന്നേരം എൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണെന്നൊക്കെ പറയുമ്പോൾ അതെനിക്കും വലിയ സന്തോഷമാണ് കേട്ടോ. നമ്മളൊരു നേരം പോകാൻ വേണ്ടി മാത്രമല്ല ഈ വീഡിയോകളൊന്നും ചെയ്യുന്നത്. ഇവിടെയുള്ള നല്ല മനുഷ്യരെയും നല്ല പ്രകൃതിയൊക്കെ പുറം നാടുകളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി തന്നെയാണ്. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. സ്നേഹത്തോടെ, നരൻ പുലാപ്പറ്റ. താങ്ക് യു.